4500 വർഷങ്ങൾക്ക് മുൻപ് ആധുനിക യന്ത്രങ്ങളോ ക്രെയിനുകളോ ചക്രം പോലും വ്യാപകമായി ഉപയോഗിക്കാതിരുന്ന ഒരു കാലത്ത് ഈജിപ്തുകാർ 60 ലക്ഷത്തിലധികം കൽക്കഷണങ്ങൾ കൊണ്ട് ഒരു ഘടന നിർമ്മിച്ചു. ഇന്നും ലോകത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയർമാർക്ക് പോലും കൃത്യമായി വിശദീകരിക്കാൻ കഴിയാത്ത ഒരു രഹസ്യമാണിത്. ഗിസയിലെ വലിയ പിരമിഡ് ഒറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല. ഇതൊരു നീണ്ട പരിണാമത്തിന്റെ ഫലമാണ്. ആദ്യത്തെ പിരമിഡ്, ജോസർ പിരമിഡ്, പടികൾ പോലെയുള്ള ഒരു ഘടനയായിരുന്നു. ഏകദേശം 2650 BC നിർമ്മിച്ചത്. ഇംഹോട്ടപ്പ് എന്ന എഞ്ചിനീയറാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ചരിത്രത്തിൽ പേരറിയപ്പെടുന്ന ആദ്യത്തെ എഞ്ചിനീയർമാരിൽ ഒരാൾ. പിന്നീട് വന്ന ബെൻഡ് പിരമിഡ് ഒരു പരാജയപ്പെട്ട പരീക്ഷണമായിരുന്നു. നിർമ്മാണത്തിനിടെ ചരിവ് കോണം പെട്ടെന്ന് മാറ്റേണ്ടി വന്നു, ഘടനാപരമായ പ്രശ്നങ്ങൾ കാരണം. ഈ പിഴവുകളിൽ നിന്നു പഠിച്ചാണ് ഈജിപ്തുകാർ ഒടുവിൽ തികഞ്ഞ ത്രികോണാകൃതിയിലുള്ള പിരമിഡ് രൂപകൽപ്പന ചെയ്തത്. ഗിസയിലെ വലിയ പിരമിഡ് ഏകദേശം 146 മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കപ്പെട്ടു. 3800 വർഷത്തോളം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടനയായിരുന്നു ഇത്. ഓരോ കൽക്കഷണവും ശരാശരി 2.5 ടൺ ഭാരമുള്ളതാണ്, ചിലത് 80 ടണ്ണിലധികം. ഈ പിരമിഡിന്റെ അടിത്തറ 1 ഡിഗ്രിയുടെ ചെറിയൊരംശം മാത്രമേ പിശക് കാണിക്കുന്നുള്ളൂ. ഇത് ആധുനിക നിർമ്മാണ മാനദണ്ഡങ്ങൾക്ക് പോലും അപൂർവമായ കൃത്യതയാണ്. ഈ പദ്ധതി പൂർത്തിയാക്കാൻ ഏകദേശം 20 വർഷമെടുത്തു എന്ന് കണക്കാക്കപ്പെടുന്നു. നൂറ്റാണ്ടുകളായി ഈ പിരമിഡുകൾ അടിമകൾ നിർമ്മിച്ചതാണെന്ന് ഒരു വിശ്വാസം നിലനിന്നിരുന്നു. എന്നാൽ പുരാവസ്തു ഗവേഷണങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് വെളിപ്പെടുത്തിയത്. പിരമിഡിന് സമീപം കണ്ടെത്തിയ തൊഴിലാളി പട്ടണങ്ങളിൽ ബേക്കറികൾ, ആശുപത്രികൾ, ശ്മശാന സ്ഥലങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു. ഇവർ വേതനം ലഭിക്കുന്ന വിദഗ്ധ തൊഴിലാളികളും കർഷകരുമായിരുന്നു. വെള്ളപ്പൊക്കക്കാലത്ത് കൃഷിപ്പണി സാധ്യമല്ലാത്തപ്പോൾ ഈ നിർമ്മാണ പദ്ധതിയിൽ ജോലി ചെയ്തവർ. അസ്ഥികൂടങ്ങളിൽ കണ്ടെത്തിയ പരിക്കുകൾ, സുഖപ്പെട്ട തെളിവുകൾ അവർക്ക് വൈദ്യപരിചരണം ലഭിച്ചിരുന്നു എന്ന് കാണിക്കുന്നു. ഏറ്റവും വലിയ ചോദ്യങ്ങളിലൊന്ന്, ഈ ഭീമൻ കൽക്കഷണങ്ങൾ ക്വാറികളിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള നിർമ്മാണ സ്ഥലത്തേക്ക് എങ്ങനെ കൊണ്ടുവന്നു? 2014 കണ്ടെത്തിയ ഒരു പുരാതന പാപ്പിറസ് രേഖ ഒരു സൂചന നൽകി. തൊഴിലാളികൾ മണലിൽ വെള്ളം നനച്ച് അതിൻ്റെ ഘർഷണം കുറച്ചു. ഈജിപ്ഷ്യൻ ചിത്രങ്ങളിൽ തന്നെ ഈ രീതി ചിത്രീകരിച്ചിട്ടുണ്ട്. തൊഴിലാളികൾ ഒരു വലിയ പ്രതിമ വലിക്കുമ്പോൾ മറ്റൊരാൾ മണലിൽ വെള്ളമൊഴിക്കുന്നത് കാണാം. 2013 കണ്ടെത്തിയ മിറർ ഡയറി എന്ന പാപ്പിറസ് ഈ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു യഥാർത്ഥ മേൽനോട്ടക്കാരന്റെ ദൈനംദിന കുറിപ്പുകളാണ്. അടുത്തിടെ കണ്ടെത്തിയ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഈജിപ്തുകാർ നൈൽ നദിയിൽ നിന്ന് നിർമ്മാണ സ്ഥലത്തേക്ക് ഒരു കൃത്രിമ കനാൽ സംവിധാനം നിർമ്മിച്ചിരുന്നുവെന്നാണ്. ഈ കനാലുകൾ ഭീമൻ കൽക്കഷണങ്ങൾ വഹിക്കുന്ന ബോട്ടുകൾക്ക് നേരിട്ട് പിരമിഡിന്റെ അടിത്തറ വരെ എത്താൻ സഹായിച്ചു. 2022 ഗവേഷകർ ഈ പുരാതന നദീശാഖയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇത് ഈ ഗതാഗത സിദ്ധാന്തത്തിന് ശക്തമായ തെളിവ് നൽകി. കൽക്കഷണങ്ങൾ ഉയരത്തിലേക്ക് എങ്ങനെ ഉയർത്തിയെന്നത് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ചില ഗവേഷകർ ഒരു നേർരേഖ റാമ്പ് നിർദ്ദേശിക്കുന്നു. എന്നാൽ ഇത്ര ഉയരത്തിലേക്കെത്താൻ റാമ്പ് തന്നെ പിരമിഡിനേക്കാൾ വലിയ ഒരു നിർമ്മാണമായി മാറും. 2007 ഫ്രഞ്ച് വാസ്തുശില്പി ജീൻ പിയറി ഹൗഡിൻ നിർദ്ദേശിച്ച ഒരു സിദ്ധാന്തം പിരമിഡിനുള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ആന്തരിക റാമ്പ് നിർദ്ദേശിക്കുന്നു. ഇത് ബാഹ്യ റാമ്പിന്റെ ആവശ്യമില്ലാതെയാക്കുന്നു. തെർമൽ ഇമേജിംഗ് പഠനങ്ങൾ ഈ സിദ്ധാന്തത്തെ ഭാഗികമായി പിന്തുണച്ചിട്ടുണ്ട്, എന്നാൽ ഇതിപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഈ പിരമിഡിന്റെ ഏറ്റവും അത്ഭുതകരമായ വശങ്ങളിലൊന്ന് അതിൻ്റെ ദിശയാണ്. ഇത് ഏകദേശം സത്യദിശയായ വടക്കിനോട് 0.05 ഡിഗ്രി മാത്രം വ്യതിയാനത്തോടെ വിന്യസിച്ചിരിക്കുന്നു. ഇന്നത്തെ GPS സാങ്കേതികവിദ്യ ഇല്ലാതെ എങ്ങനെ ഇത്ര കൃത്യമായി സാധിച്ചു എന്നത് അതിശയകരമാണ്. ഗവേഷകർ വിശ്വസിക്കുന്നത് ഈജിപ്തുകാർ നക്ഷത്രങ്ങളുടെ സ്ഥാനം ഉപയോഗിച്ചാണ് ഈ കൃത്യമായ ദിശ കണ്ടെത്തിയത്. 2 നക്ഷത്രങ്ങൾ ഒരേ ബിന്ദുവിന് ചുറ്റും കറങ്ങുന്നത് നിരീക്ഷിച്ച് യഥാർത്ഥ വടക്ക് കണക്കാക്കി. ഇത്രയും അത്ഭുതകരമായ ഒരു നിർമ്മിതി കാണുമ്പോൾ ചിലർ ചോദിക്കുന്നു, ഇത് അന്യഗ്രഹജീവികൾ നിർമ്മിച്ചതാണോ? ഈ ആശയം ജനപ്രിയമാണ്, എന്നാൽ പുരാവസ്തുശാസ്ത്രജ്ഞർക്കിടയിൽ ഇതിന് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ല. യഥാർത്ഥത്തിൽ നമുക്ക് ക്വാറികൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൽമുറിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. തൊഴിലാളികളുടെ ശ്മശാന സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്.
നിർമ്മാണ പുരോഗതി രേഖപ്പെടുത്തിയ പാപ്പിറസ് രേഖകൾ പോലും കണ്ടെത്തിയിട്ടുണ്ട്. ഈ എല്ലാ തെളിവുകളും മനുഷ്യരുടെ അസാധാരണമായ ബുദ്ധിശക്തിയും കൂട്ടായ പ്രയത്നവും ചൂണ്ടിക്കാണിക്കുന്നു, അന്യഗ്രഹ സാങ്കേതികവിദ്യയല്ല. ഈ സിദ്ധാന്തം ജനപ്രിയമാകുന്നത് ഒരുപക്ഷെ പുരാതന മനുഷ്യരുടെ കഴിവുകളെ നമ്മൾ കുറച്ചു കാണുന്നതുകൊണ്ടായിരിക്കാം. യഥാർത്ഥ കഥ ഒരുപക്ഷെ ഏലിയൻ സിദ്ധാന്തത്തേക്കാൾ കൂടുതൽ അത്ഭുതകരമാണ്, കാരണം ഇത് മനുഷ്യർ തന്നെ നേടിയ ഒരു നേട്ടമാണ്. ചില വിശദാംശങ്ങൾ ഇന്നും ശാസ്ത്രജ്ഞരെ കുഴയ്ക്കുന്നു. പിരമിഡിനുള്ളിലെ കിങ്സ് ചേംബർ നിർമ്മിച്ചിരിക്കുന്നത് 80 ടണ്ണിലധികം ഭാരമുള്ള ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടാണ്. ഈ കല്ലുകൾ 800 കിലോമീറ്റർ അകലെയുള്ള അസ്വാനിലെ ഒരു ക്വാറിയിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഈ ഭാരമുള്ള കല്ലുകൾ നൈൽ നദിയിലൂടെ ബോട്ടുകളിൽ കൊണ്ടുവന്നു എന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഇത്ര ഭാരമുള്ള വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ബോട്ടുകൾ അക്കാലത്ത് എങ്ങനെ നിർമ്മിച്ചു എന്നത് ഇപ്പോഴും പൂർണ്ണമായി വ്യക്തമല്ല. ഒരുപക്ഷെ ഏറ്റവും വലിയ അത്ഭുതം കൽക്കഷണങ്ങളല്ല, മറിച്ച് ഈ പദ്ധതി എത്ര കൃത്യമായി സംഘടിപ്പിക്കപ്പെട്ടു എന്നതാണ്. ആയിരക്കണക്കിന് തൊഴിലാളികളെ ഭക്ഷണം, താമസം, ഉപകരണങ്ങൾ എന്നിവ നൽകി 20 വർഷത്തിലധികം തുടർച്ചയായി ജോലി ചെയ്യിക്കുക. ഗവേഷകർ കണ്ടെത്തിയ രേഖകൾ ഭക്ഷണ വിതരണം, തൊഴിലാളികളുടെ റൊട്ടേഷൻ, ഉപകരണ വിതരണം എന്നിവ കൃത്യമായി ട്രാക്ക് ചെയ്തിരുന്നു എന്ന് കാണിക്കുന്നു. ഓരോ ദിവസവും ആയിരക്കണക്കിന് അപ്പങ്ങളും ബിയറും തൊഴിലാളികൾക്കായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നു. ആധുനിക സാങ്കേതികവിദ്യ ഈ പുരാതന രഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ സഹായിക്കുന്നു. സ്കാൻ പിരമിഡ്സ് എന്ന അന്താരാഷ്ട്ര പദ്ധതി മ്യൂവോൺ ടോമോഗ്രഫി എന്ന സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. പ്രപഞ്ചകിരണങ്ങളിൽ നിന്നുള്ള കണികകൾ ഉപയോഗിച്ച് കല്ലിന് കേടുപാടുകൾ വരുത്താതെ പിരമിഡിനുള്ളിലെ ഒളിഞ്ഞ അറകൾ കണ്ടെത്താൻ ഈ രീതി സഹായിക്കുന്നു. 2017 ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ ഒരു ഞെട്ടിക്കുന്ന കണ്ടെത്തൽ നടത്തി. വലിയ പിരമിഡിനുള്ളിൽ മുമ്പ് അറിയപ്പെടാത്ത ഒരു ഭീമൻ ശൂന്യമായ അറ ഗ്രാൻഡ് ഗാലറിക്ക് സമാനമായ വലുപ്പത്തിൽ കണ്ടെത്തി. ഈ അറയുടെ ഉദ്ദേശ്യം ഇന്നും ഒരു നിഗൂഢതയാണ്. ഈ പുതിയ അറ ബിഗ് വോയിഡ് എന്ന് പേരിട്ടിരിക്കുന്നു, 30 മീറ്ററിലധികം നീളമുള്ളത്. ചില ഗവേഷകർ ഇത് ഒരു നിർമ്മാണ സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ടതാകാം എന്ന് കരുതുന്നു. ഒരുപക്ഷെ ഭാരം കുറയ്ക്കാനുള്ള ഒരു ഘടനാപരമായ സവിശേഷത. മറ്റുള്ളവർ ഇത് ഇതുവരെ കണ്ടെത്താത്ത ഒരു അറയിലേക്കുള്ള വഴിയായിരിക്കാം എന്ന് ഊഹിക്കുന്നു. ഇതുവരെ ഈ അറയിലേക്ക് ഭൗതികമായി പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിരമിഡിന്റെ ഘടനയ്ക്ക് കേടുപാടുകൾ വരുത്താതെ ഇത് പഠിക്കാനുള്ള പുതിയ വഴികൾ ഗവേഷകർ ഇപ്പോഴും തേടുന്നു. കൗതുകകരമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരസ്പരം ബന്ധമില്ലാത്ത പുരാതന നാഗരികതകൾ സമാനമായ ഭീമൻ നിർമ്മിതികൾ സൃഷ്ടിച്ചു. ഇംഗ്ലണ്ടിലെ സ്റ്റോൺഹെഞ്ച്, പെറുവിലെ മാച്ചു പിച്ചു. ഇത് കാണിക്കുന്നത് മനുഷ്യ ബുദ്ധിശക്തി ലോകമെമ്പാടും സ്വതന്ത്രമായി സമാനമായ പരിഹാരങ്ങളിൽ എത്തിച്ചേർന്നു എന്നാണ്. ഒരൊറ്റ നിഗൂഢ ഉറവിടത്തിൽ നിന്നല്ല. ഓരോ നാഗരികതയും തങ്ങളുടെ പ്രാദേശിക വിഭവങ്ങളും അറിവും ഉപയോഗിച്ച് തങ്ങളുടേതായ എഞ്ചിനീയറിംഗ് പരിഹാരങ്ങൾ കണ്ടെത്തി. ഈ എല്ലാ എഞ്ചിനീയറിംഗ് നേട്ടങ്ങൾക്കും പിന്നിൽ ഒരു ലളിതമായ ലക്ഷ്യമുണ്ടായിരുന്നു: ഫറവോ ഖുഫുവിൻ്റെ ശവകുടീരം. ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നത് മരണശേഷമുള്ള ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയ്ക്കായി രാജാവിൻ്റെ ശരീരവും വസ്തുക്കളും സുരക്ഷിതമായി സംരക്ഷിക്കണമെന്നാണ്. ഈ വിശ്വാസം തന്നെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് നേട്ടങ്ങളിൽ ഒന്നിന് പ്രചോദനമായത്. ആത്മീയമായ ഒരു ലക്ഷ്യം ഭൗതികമായ ഒരു അത്ഭുതമായി മാറി. ഇന്നും പല വിശദാംശങ്ങളും കൃത്യമായി അറിയില്ല, കാരണം ഈജിപ്ഷ്യൻകാർ ഈ നിർമ്മാണ പ്രക്രിയയുടെ പൂർണ്ണമായ രേഖകൾ അവശേഷിപ്പിച്ചിട്ടില്ല. നമുക്കുള്ളത് ശകലങ്ങൾ മാത്രമാണ്: ചിത്രങ്ങൾ, ഉപകരണങ്ങൾ, തൊഴിലാളി പട്ടണങ്ങൾ, ഒരു ദിനക്കുറിപ്പ്. ഓരോ പുതിയ കണ്ടെത്തലും ഒരു കഷണം കൂടി ഈ പസിലിലേക്ക് ചേർക്കുന്നു.